ഇപ്പോൾ ലഹരിയെ തോൽപ്പിക്കാൻ എന്തൊക്കെ ഉപാധികൾ ഇപ്പോൾ അത് സ്പോർട്സാണ്, നൃത്തമാണ്, സംഗീതമാണ്, അങ്ങനെ കലയൊക്കെയാണ് അതിൻ്റെ ഭാഗമായി. ഇപ്പോൾ നീന്തലിലൂടെ ലഹരിയെ തോൽപ്പിക്കുന്ന ഒരു നാട് മുഴുവൻ നീന്തലിൽ ഏർപ്പെട്ട് ലഹരിക്കെതിരെ ഒരു വലിയ പോരാട്ടം നടത്തുന്ന ഒരു ഗ്രാമമുണ്ട് അങ്ങ് വടക്ക് കാഞ്ഞങ്ങാടിനടുത്ത്. രാവണേശ്വരം എന്നാണ് ആ നാടിൻ്റെ പേര്. അവിടുത്തെ കാഴ്ചകളിലേക്കാണ് നമ്മളിനി പോകുന്നത്. നീന്തൽ ലഹരിയാക്കിയ ഒരു ജനതയുണ്ട് ഇവിടെ. 4 വയസ്സുകാരി മുതൽ 40കാരൻ വരെ നീന്തലിൽ പങ്കാളികളാകും. കാസർഗോഡ് രാവണീശ്വരത്ത് 63 വർഷമായി പ്രവർത്തിക്കുന്ന ശോഭന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ ആഭിമുഖ്യത്തിലാണ് നീന്തൽ പരിശീലനം. പരിശീലനത്തിനായി നാടൊന്നാകെ ഒന്നിക്കും. പരിശീലകന്റെ റോളിൽ ഹൊസ്ദുർഗ് സ്റ്റേഷനിലെ SI MPT സൈഫുദ്ദീനും. നീന്തലിൽ പങ്കാളികളായതിൻ്റെ സന്തോഷം പങ്കുവെക്കുകയാണ് രാവണീശ്വരത്തെ പുതുതലമുറ. എല്ലാവരും നീന്തുന്ന കാണുമ്പോൾ നീന്താൻ തോന്നി. അപ്പോൾ പഠിച്ചു. ആദ്യം എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. പേടിയൊക്കെ മാറി. ആദ്യം അച്ഛൻ പഠിപ്പിച്ചു, പിന്നെ ഈ ക്യാമ്പിൽ എത്തിയിട്ടാകുമ്പോഴാണ് ഞാൻ അധികം പഠിക്കാൻ തുടങ്ങിയത് തന്നെ. അത് ഏട്ടൻ നീന്തുന്നത് കണ്ടിട്ട് എനിക്ക് ആഗ്രഹമാണ്. പിന്നെ ഇവിടെ ക്യാമ്പിൽ വന്നിട്ടാകുമ്പോൾ അധികം നീന്താൻ പഠിച്ചു. വടക്കൻ മലബാറിലെ ലഹരിയുടെ കേന്ദ്രമാണ് കാസർഗോഡ്. പുതുതലമുറയെ അതിൽ നിന്ന് മുക്തമാക്കാൻ നീന്തൽ പോലുള്ള വ്യായാമ മുറകളിലൂടെ സാധ്യമാകുമെന്ന പ്രതീക്ഷയിലാണ് ജനമൈത്രി പോലീസും. നമ്മുടെ സ്കൂളുകളിലും കോളേജുകളിലും LP സ്കൂളിലും UP സ്കൂളും അടക്കം സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പും കോളേജ് പ്രൊട്ടക്ഷൻ ഗ്രൂപ്പും ഒക്കെ ഈ ലഹരിക്കെതിരെ രൂപീകരിച്ചു കൊണ്ടിരിക്കുക. ഈ ലഹരി വിരുദ്ധ പോരാട്ടത്തിനൊപ്പം തന്നെയാണ് 24 ചാനൽ ലഹരിക്കെതിരെ 2ാം ഘട്ടം ഇവിടെ ആരംഭിച്ചിരിക്കുന്നത്. കാസർഗോഡ് ജില്ലയിലെ രാവണേശ്വരം ശോഭന ആർട്സ് ക്ലബ്ബുമായി ബന്ധപ്പെട്ട് കളിയാകണം ലഹരി, സ്പോർട്സ് ആകണം ലഹരി, അതുപോലെ തന്നെ നീന്തലാകണം ലഹരി എന്ന ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ നീന്തൽ പരിശീലനം നടത്തുന്നത്. കർണാടക അതിർത്തി കടന്നെത്തുന്ന മയക്കുമരുന്നിന് തടയിടാൻ പുതുതലമുറയെ നീന്തൽ പരിശീലനം പോലുള്ള വ്യായാമ മുറകളിൽ പങ്കാളികളാക്കണമെന്ന് നാട്ടുകാരും ഒരേ സ്വരത്തിൽ പറയുന്നു. ലഹരിയാണ് നമ്മുടെ നാട് നേരിടുന്ന പ്രധാന വെല്ലുവിളി. സമൂഹം ഭയക്കുന്ന ചെകുത്താനും ലഹരിയാണ്. നീന്തൽ പോലുള്ള വ്യായാമ മുറകളിലൂടെ തെറ്റായ മാർഗങ്ങളിലേക്ക് പുതുതലമുറ പോകുന്നത് തടുക്കാനാകും. രാവണീശ്വരത്തെ നീന്തൽക്കുളത്തിൽ നിന്ന് അരുൺ പാറക്കൽ, 24.